പവിത്ര, അയൽപക്കത്തെ ഒരു പിടി ചോറ് അതെപ്പോഴും അവിടെ കാണും. അത് ആ കുട്ടപ്പന്റെ സൽക്കാരം നമ്മൾ നീട്ടിക്കൊണ്ടു പോണത്. പവിത്ര, ഒരു സ്ട്രോങ് ചായ. വെള്ളം ചൂടായിട്ട് വേണം. ഒന്ന് കൊടുക്കടാ, ദാഹിച്ചിട്ടല്ലേ. അവൻ അതൊക്കെ പറയും. ഒരു ചായ അഡ്വാൻസ് ആയിട്ട് അടിച്ചു വെക്കണ മോനെ അവൻ. ഇപ്പൊ എവിടെ പോയിട്ട് വരിക? പശുവിനെ കൊണ്ട് വർക്കിച്ചന്റെ വീട് വരെ ഒന്ന് പോയി. ജോസിനിപ്പ നല്ല കോളാ. അങ്ങോട്ട് പിടി പിടി. ഇതാ പൈസ. മൃഗാശുപത്രി തുടങ്ങിയിട്ട് എന്താ കാര്യം? ആളുകൾക്ക് ഇപ്പോഴും പഴയ പതിവ് തന്നെയാ. മനുഷ്യനായാലും മൃഗമായാലും ഉണ്ടായ കാലം പോലുള്ളതാ ഈ ചവിട്ടിക്കല്. അതങ്ങനെ നിൽക്കാനൊന്നും പോണില്ല. പിന്നെ ചിലയിടത്തൊക്കെ കൂടിയും കുറഞ്ഞിരിക്കും. പിന്നെ അതില് മാത്രം മായം ചേർക്കാൻ പറ്റത്തില്ല. അല്ലേ പവിത്ര? മൂസാക്ക, നിങ്ങൾ ആ ജോസിന്റെ വലിയ ചങ്ങാതിയല്ലേ? ആ ജോസിനൊന്ന് ഉപദേശിച്ച് ആ മാഷിനെയും മീൻകാരനൊന്ന് വിരട്ടിക്കൂടെ? അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞ്. അന്ന് എന്താ ആണി വിഴിഞ്ഞാണക്കിരിക്കുന്ന? ചായ എടുത്തു കുടി. എന്താ ഇത്? ജോസ്, വിട്. ജോസേ, അപ്പ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അയാൾ എവിടുന്ന് പറഞ്ഞു വയ്ക്കണം. മോളെ, ഇത് നിന്റെ അപ്പന് കർത്താവ് തന്ന ശിക്ഷ. ഞാൻ ചെയ്ത തെറ്റിന് എന്റെ മക്കൾ അനുഭവിക്കാൻ പാടില്ല ഒന്നും. വേളാങ്കണ്ണി മാതാവ് കാക്കും. നീ ധൈര്യമായിട്ടിരിക്കും. എന്റെ മോൾ ഒരിക്കലും അന്നമ്മയാവരുത്. ഗോപി മാഷ അങ്ങോട്ട് നിന്ന് കാണാൻ അപ്പന് പറ്റാത്തൊരവസ്ഥയാണല്ലോ. നീ ഇനി കാണുമ്പോ ഒന്നിത്രടം വരെ വരാൻ പറയണം. ഇനി എന്റെ മോള് വേണം വീട് നോക്കാൻ. അപ്പനോട് പറഞ്ഞ കാര്യങ്ങളൊന്നും നീ ആരോടും പറയരുത്. മാഡത്തിന് എന്ത് പറ്റി? വലിയ ഗൗരവത്തിലാണല്ലോ. സീരിയസാ? എന്നോട് മിണ്ടണ്ട. ഇനി ലിസിയോട് മിണ്ടിയാ മതി. ഓ, അപ്പൊ അതാ കാര്യമല്ലേ. കാളവർക്കിടെ എല്ലാ പെൺമക്കളും മന്ദബുദ്ധിയിലാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. തമാശ കാര്യാവണുണ്ട്. തമാശയല്ല, കാര്യത്തിൽ തന്നെയാ. അന്ന് ഋഷി സംസാരിച്ചത് ലിസി കാര്യമായിട്ട് എടുത്തിരിക്കുക. ശരി, ഒരു കാര്യം ചെയ്യാം. 2 താലി വാങ്ങാം. എന്തിനാ ഇപ്പൊ കുറയ്ക്കുന്നേ? അങ്ങനെയൊക്കെ തോന്നും. ആണുങ്ങളുടെ മനസ്സ് ആർക്കറിയാം? എടി, നീ ഇത്ര പാവമായാലോ? ഒരാൾക്ക് ഒരാളെയല്ലേ സ്നേഹിക്കാൻ കഴിയൂ? പ്രേമം പ്രേമം എന്ന് പറഞ്ഞ നിസ്സാര സംഭവം. തടി കേളവിടെ പണിയാ. ഇപ്പൊ തന്നെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം നമ്മൾ തമ്മിലുള്ള പ്രേമം. ഒരു കാര്യം പറയാം, വെറുതെ ഇതിന്റെ ത്രില്ല് നീയായിട്ട് കളയരുത്. അല്ല ഋഷി, എന്റെ അനുജത്തിക്ക് ചെറുപ്പം മുതലേ കൊതിച്ചതൊന്നും കിട്ടിയിട്ടില്ല. എനിക്കിപ്പോ ഏറ്റവും പ്രതീക്ഷയുള്ളത് ഋഷിയിലാണ്. അതുകൊണ്ട് എന്റെ അനുജത്തെ ഞാൻ ഋഷിക്ക് തരുന്നു. ഋഷി സമ്മതിക്കണം, പ്ലീസ്.
ഋഷിയുടെ വെള്ളം. ഋഷി, ഋഷി, നിനക്ക് ഋഷി ഇഷ്ടാണല്ലേ? ഋഷി, പേടിക്കണ്ട, എല്ലാം ജോസേട്ട് ശരിയാക്കി തരാം. എടി, ലിസി, സത്യം മനസ്സിലാക്കാൻ ഇത്തിരി വൈകിപ്പോയെന്നല്ലേ ഉള്ളൂ. നീ വന്ന് വല്ലതും കഴിക്ക്. വേണ്ട ചേച്ചി, എനിക്കൊന്നും വേണ്ട. ഒന്നും കഴിക്കാതെ പട്ടിണി കിടന്ന് മരിക്കാൻ മാത്രം നീ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഒരു ചെറിയ അബദ്ധം, അതാർക്കും പറ്റും. അതെ ചേച്ചി, എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ അയാളുടെ കെണിയിൽ കുടുങ്ങി. ചേച്ചി എന്നോട് ക്ഷമിക്കണം. സത്യത്തിൽ ദൈവം എന്നെ രക്ഷിച്ചത്. അല്ലെങ്കിൽ ആ വൃത്തികെട്ടവൻ നമ്മളെ രക്ഷിക്കാൻ നമ്മൾ എന്തെങ്കിലും വഴി കണ്ടേ പറ്റൂ. എന്തു വഴിയാണാവോ എന്റെ അനിയത്തിമാർ കണ്ടെത്തിയിരിക്കുന്നത്? ചേച്ചിക്കും കൂടി ഒന്ന് പറഞ്ഞെന്നാ കൊള്ളായിരുന്നു. ചേച്ചി അടിച്ചത് മോക്ക് നൊന്തോടി? ഇല്ല ചേച്ചി, ഇല്ല. ഒരു ഈർക്കിലെങ്കിലും എടുത്ത് എന്നെങ്കിലും നിങ്ങളെ രണ്ടാളെയും ഞാൻ അടിച്ചിട്ടുണ്ടോ? മൂത്തമ്മയുടെ മകളെന്ന നിലയിൽ ഈ ചേച്ചി എപ്പോഴെങ്കിലും നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടോ? അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ നിന്നെ അടിച്ചു പോയതാ. എന്നോട് നിങ്ങൾക്കൊന്നും തോന്നരുത്. ഇല്ല ചേച്ചി, ഇല്ല. ഇനി ഒരു വഴിയേ ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളൂ. ഒരു കൂട്ട ആത്മഹത്യ. കാളവർക്കിയുടെ പെമ്മക്കൾക്ക് ചിലപ്പോ അതായിരിക്കും വിധി. എല്ലാം എന്റെ തെറ്റാണ് മക്കളെ, എന്റെ തെറ്റ്. ഞാനില്ലാതായാൽ ഒരു പരിഹാരം ഉണ്ടാകുമെങ്കിൽ അതിന് ഞാൻ ഒരുക്കുക. ഒരു നിമിഷത്തെ എന്റെ തെറ്റ്, അതാ എല്ലാത്തിനും കാരണം. ഋഷിയേട്ടാ, എന്താ ലിസി വല്ലാതെ? ഏയ് ഒന്നുമില്ല. പിന്നെ ഞാനൊരു തെറ്റിദ്ധാരണ മൂലമാണ് ഋഷിയേട്ടനോട് അങ്ങനെയൊക്കെ പെരുമാറിയത്. എന്റെ ചേച്ചി ഒരു പാവമാണ്. ഹേയ്, ഞാൻ ലിസിയെ തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ല. കൊച്ചു മനസ്സാണ് ഇപ്പോഴും എന്റെ വിട്ടിത്തരെന്നല്ലാതെ എന്താ പറയാ. ഋഷിയേട്ടനെ ഇനി മുതൽ ഞാൻ എന്റെ സ്വന്തം ഏട്ടനെ പോലെ കാണും. സന്തോഷമായി. എന്റെ ചേച്ചിക്കായിരിക്കും ഒത്തിരി സന്തോഷം.